ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു സ്നാക്കാണ്, മലബാറിൻ്റെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള വേർഷനാണ് കാണിക്കുന്നത്. ഞാനിതുവരെ അങ്ങനെ ചട്ടിപ്പത്തിരി അപ്ലോഡ് ചെയ്തിട്ടില്ല. നോമ്പിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഷവർമ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ വരുന്ന ഐ ബട്ടണിലും കൊടുക്കാം, കാണാത്തവർ കാണണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ചട്ടിപ്പത്തിരിയാണ്. അതുമല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ക്യാരറ്റ് അരിവൊക്കെ ക്യാരറ്റ് വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഹലുവയൊക്കെ കഴിക്കുന്ന ആ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പാനിന് മാറ്റാം. ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ പഴം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പഴവും നമ്മൾ നേരത്തെ ക്യാരറ്റ് ചെയ്ത പോലെ തന്നെ വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക, പെട്ടെന്ന് റെഡിയായി കിട്ടും. പഴം നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഴം വിളയിക്കൊക്കെ ചെയ്യില്ല, ഏകദേശം ആ ഒരു പരുവത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തിട്ട് അധികം അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഒരു മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളത്തിന് ഒരു 3/4 കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ദോശയാക്കിയിട്ടാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വീറ്റായിട്ട് ചെയ്യുമ്പം ദോശ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സി അടിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ അങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കുന്നതിന് മുന്നേ നമുക്കൊരു മുട്ടയുടെ ഒരു കൂട്ടും കൂടി ഉണ്ടാക്കാനുണ്ട് ചട്ടിപ്പത്തിരിക്ക്. അതിന് വേണ്ടിയിട്ടൊരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 ഏലക്ക ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മുട്ടയുടെ ബാറ്ററും അട റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു തവ ചൂടാക്കാൻ വെക്കുക. ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് വലുപ്പത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. മീൻസ് നമ്മുടെ സോസ് പാനിൻ്റെ താഴ്ഭാഗത്ത് ബേസായി കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ചെറുതായി പോകരുത്. പെട്ടെന്ന് റെഡിയാകും ഈ ഒരു ദോശ. ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് വെന്ത് വന്നാൽ ഒന്നങ്ങ് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ വെച്ചിട്ട് നമുക്ക് 6-7 ദോശയോളം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു ദോശ ചുടുന്ന സമയത്ത് തന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് മാവ് ഉണ്ടാക്കി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അധികം പണിയൊന്നുമില്ലല്ലോ, ദോശ അങ്ങ് അവിടെ നിന്ന് ആയിക്കോളും. ഈ സമയത്ത് നമുക്ക് ലെയറിങ് നടക്കും. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാനിൽ താഴ്ഭാഗത്ത് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിൽ ദോശ മുക്കുക. താഴ്ഭാഗം നല്ലോണം മുക്കണം, മുകളിൽ ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് താഴ്ഭാഗത്ത് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, താഴ്ഭാഗം ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ദോശ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് അങ്ങ് നിരത്തിയിട്ട് കൊടുക്കുക. അടുത്ത ദോശ ഇതുപോലെ മുട്ടയിൽ മുക്കി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. മുട്ട മുക്കിയ ഭാഗം താഴോട്ടേക്കാവുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്.
പിന്നെയും ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ടോട്ടൽ ഒരു 7 ലെയറോളം കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ദോശ അവിടുത്തെ റെഡി ആകുന്നുണ്ട് കേട്ടോ. അവസാനം ദോശയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തവ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലെയർ ചെയ്ത് വെച്ച് ആ സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയുടെ ബാറ്റർ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. കൂടുതൽ നിങ്ങൾ സൈഡിലേക്ക് ഒഴിക്കാൻ നോക്കുക, ആ ഒരു ഗ്യാപ്പ് ഫില്ലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ചെരിച്ചിട്ടൊക്കെ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. ആ ഗ്യാപ്പ് അങ്ങ് അടഞ്ഞ് കിട്ടും. ഇതിന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, താഴ്ഭാഗം കരിഞ്ഞു പോകരുത്. ഉള്ളിൽ മുട്ടയൊക്കെ കുക്കാകേണ്ടതല്ലേ, അപ്പോൾ ഒരു 15 മിനിറ്റ് മതിയാവും. ഓരോരോ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റവും ഉണ്ടാവും. നിങ്ങളതൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് കുക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ലൊരു തവയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. മറ്റേ ഭാഗം നമ്മളൊരു 3-4 മിനിറ്റ് വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ. പെട്ടെന്ന് തന്നെ റെഡിയാവും. അങ്ങനെ കറുപ്പിച്ചെടുക്കൊന്നും വേണ്ട. അതിനുശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിൽ പഴവും പിന്നെ ആ ക്യാരറ്റ് ഹലുവൻ്റെ ആ ഒരു പണ്ടും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൽ തന്നെ വേറൊരു വേർഷനും ഉണ്ട് സ്വീറ്റ് ആയിട്ട് ചെയ്യുന്നതിൽ, അത് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്